നമ്മുടെ ഇന്നത്തെ വിഷയം ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ആണ്. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്ഷമാപണമുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന വീഡിയോസിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒന്നും ഇതിനകത്തില്ല, എനിക്കറിയാം. വീണ് കിട്ടുന്ന 2-3 മണിക്കൂറുകളിൽ തട്ടിക്കൂട്ടി എടുക്കുന്ന വീഡിയോസാണ് അല്ലെങ്കിൽ ബ്ലോഗുകളാണ് ഞാൻ ചെയ്യാറ്. പൊതുവേ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് അത് ഷെയർ ചെയ്യാറും. അവരാണ് എൻ്റെ ഓഡിയൻസും. അപ്പോൾ ആ ഒരു കുറവുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ക്ഷമിക്കുക. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും ഇന്നറിയാം. അതിന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് അതും കൂടി ഈ വീഡിയോയിൽ ചേർക്കാം. അതും ഏജൻറ്റ് മോഡ് എന്താണെന്നും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. പിന്നെ ChatGPT പോലെയുള്ള AI ടൂൾസിൽ നിന്ന് എന്താണിതിന് വ്യത്യാസം എന്നുള്ളതും കൂടി പറയാം. അപ്പോൾ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് നമുക്ക് പ്രോഗ്രാമേഴ്സിന് ഒരു പെയർ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു AI ബേസ്ഡ് ടൂളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏജൻറ്റ് മോഡ് എന്താണ്? ഇപ്പോൾ ChatGPT 1.5 വർഷമായിട്ട് നമ്മളെല്ലാവരും, എത്ര വർഷമായെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും ഈ അടുത്ത് നമ്മളെല്ലാവരും ChatGPTയിലേക്ക് മാറി. എന്തെങ്കിലും കോഡിംഗ് റിലേറ്റഡ് സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്നിപ്പെറ്റ് വേണമെങ്കിൽ നമ്മൾ ChatGPTയോട് ചോദിച്ച് ആ കോഡ് എഴുതിച്ച് അത് നമ്മുടെ കോഡിൽ പേസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഏജൻറ്റ് മോഡ് എന്താണ് ചെയ്യുക? പലരും കഴ്സർ ഉപയോഗിച്ചിട്ടുണ്ടാവും. കഴ്സറിൻ്റെ ഒരു കഴ്സർ പോലത്തെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കോമ്പറ്റീറ്റർ പ്രോഡക്റ്റാണ് ഗിറ്റ്ഹബ് കോപ്പൈലറ്റിൻ്റെ ഏജൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പറയാണ്. ഏജൻ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊക്കെ തന്നെ നമുക്ക് ഈ പ്രോംപ്റ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോൾ കോഡ് ബേസ് അതിന് കിട്ടുകയും ചെയ്യും. ആ കോഡ് ബേസിനകത്ത് അതിന് വേണ്ട ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് തരുകയും ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡൊക്കെ റൺ ചെയ്യണം, ഒരു ലൈബ്രറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഏജൻസ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പൈലറ്റിൻ്റെ ഏജൻറ്റ് മോഡ് എങ്ങനെയാണ്? കോപ്പൈലറ്റിൻ്റെ ഏജൻറ്റ് മോഡ് വെച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാം, ഒരു ബിഗിനർ ലെവൽ പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസൈഡേഴ്സ് ആണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഏജൻറ്റ് മോഡ് ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ ഞാനിപ്പം ഇത് ഏജൻറ്റ് മോഡ് ഞാൻ പെട്ടെന്നൊന്ന് കണ്ടപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസൈഡേഴ്സിലാണ് ഇത് കണ്ടത്. ഞാനിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ഇവിടെ ഏജൻറ്റ് മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്കിവിടെ കോപ്പൈലറ്റ് മോഡലും സെർച്ച് ചെയ്യാം. ഞാൻ ക്ലോഡ് 3.5 സോണറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു CSV ഫയൽ, സെപ്പറേറ്റഡ് വാല്യൂസ് ഉള്ള ഒരു ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ, അത് തന്നെ നമുക്ക് ഒരു സാമ്പിൾ ഫയൽ തന്നെ നമുക്ക് കോപ്പൈലറ്റിനോട് പറഞ്ഞ് ഉണ്ടാക്കിക്കാം. അതിനകത്ത് മേ ബി നമുക്ക് 2 കോളംസ് ആഡ് ചെയ്യാം, നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. എന്നിട്ട് നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം എഴുതി നോക്കാം. പൈത്തൺ അല്ല, നമുക്ക് വേറെ എന്ത് ലാംഗ്വേജിലും എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഡെമോ പൈത്തൺ ആണ്. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ലെവലിൽ നിന്നാണ് ഇത് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു പടി മുകളിലേക്ക് പോയിട്ട് നമുക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റും കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മളുണ്ടാക്കിയ CSV റീഡ് ചെയ്ത് അതിനകത്തുനിന്ന് യങ്ങസ്റ്റ് ആൻഡ് എൽഡസ്റ്റ് മെമ്പേഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, യങ്ങസ്റ്റ് ആൻഡ് എൽഡസ്റ്റ് മെമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ടാസ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതിൽ വരും എന്നുള്ളതും, വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനും ഒരു എക്സ്പ്ലോറേറ്ററി മോഡിലാണ്. നമുക്ക് ഒന്നിച്ചത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു CSV ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പറയാം. നമുക്ക് പറയാം ക്രിയേറ്റ് CSV with 2 columns, name and date of birth. Also insert
20 records in it. Okay, generate ചെയ്യോ നോക്കാം. ഓക്കെ, അപ്പോൾ കോപൈലറ്റ് നമ്മളോട് പറയുന്നുണ്ട് ഐ ഹെൽപ്പ് യു ക്രിയേറ്റ് എ CSV വിത്ത് ദ നെയിംസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. I will create a file named people data with 20 records. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. കോപൈലറ്റിൻ്റെ ഡെമോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏജൻറ്റ് മോഡിൻ്റെ ഡെമോ എന്ന് പറയുന്നത്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ്. നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ പണി പോകുന്ന ഒരു ഏർപ്പാടാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല, നമുക്ക് കണ്ടു നോക്കാം ഭാവിയിൽ എന്താ വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ വളരെ കുറച്ച് ആളുകളെ ചുറ്റും ഉണ്ടാവുള്ളൂ. ജെൻസിനാണെങ്കിൽ ആ ഒരു പ്രോബ്ലം അധികം ഉണ്ടാവില്ല. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ഫ്രണ്ടിനെയോ രാത്രി 2 മണിക്കോ 3 മണിക്കോ വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമുക്ക് സ്ത്രീകൾക്ക് ആ ഒരു ഓപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതുമാതിരി ഒരു പെയർ പ്രോഗ്രാമിംഗ് ഫ്രണ്ട് പോലെ ഒരാൾ, ഒരു ഏജൻറ്റ് ഇരുന്ന് നമുക്ക് അതിനെ ഡ്രൈവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഉപകാരമായിട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് കോപൈലറ്റ് ഇവിടെ ചെയ്ത് വെച്ചേ നോക്കാം. അപ്പോൾ അത് പറഞ്ഞു, ഐ ഹാവ് ക്രിയേറ്റഡ് എ CSV ഫയൽ നെയിംഡ് പീപ്പിൾ ഡേറ്റ .csv. നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്, ഡേറ്റിൻ്റെ ഫോർമാറ്റും തന്നിട്ടുണ്ട്. YYYMMDD ചെയ്തിരിക്കുന്നത്. 20 റെക്കോർഡും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് യു വുഡ് ലൈക്ക് മീ ടു ഡു വിത്ത് ദിസ് ഡേറ്റ? നമ്മൾ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഡേറ്റ നമുക്കൊന്ന് നോക്കാം. ഡേറ്റയിൽ മേ ബി നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാം യങ്ങസ്റ്റ് ആൻഡ് എൽഡസ്റ്റ് മെമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിനകത്ത് ആരാണെന്നൊന്ന് ഓർത്ത് വെക്കാം. മേ ബി പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പം കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ ആ ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 1990, 1985, 1992, 88, 95, 83, ഇതുവരെ കണ്ടതിൽ 83 ആണ് യങ്ങസ്റ്റ്. 83 തന്നെയാണ് യങ്ങസ്റ്റ്. ആളുടെ പേരെന്താണ്? ലീസ ആൻഡേഴ്സൺ. അതാണ് യങ്ങസ്റ്റ്. 1983 ഏറ്റവും ആദ്യം ജനിച്ച ആൾ. ഓൾഡസ്റ്റ് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1983 ലീസ ആൻഡേഴ്സൺ ആണ്. ഇനി ഓൾഡസ്റ്റും കൂടി നോക്കി വയ്ക്കാം. 90 ആണ്, 95 കാണുന്നുണ്ട്, 96 കാണുന്നുണ്ട്. ഓക്കെ, 96 ആണ്. ജെസിക്ക മൂർ 96 ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജെസിക്ക മൂറാണ് ഇതിനകത്ത് യങ്ങസ്റ്റ് ആൾ. ഓക്കെ, ഇത് ഇവിടെ കീപ്പാണോ അൺഡു ആണോ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫയൽ വേണം, അതുകൊണ്ട് നമ്മൾ വി സേ കീപ്പ്. ഇനി നമുക്ക് അടുത്ത പ്രോംപ്റ്റ് എഴുതാം. നമുക്ക് പറയാൻ പോകുന്നത് പൈത്തൺ. എനിക്കൊരു കാര്യം കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റേണ്ടതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ കൃത്യമായിട്ട് ആൻസറൊക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ. ഇപ്പം നമുക്കത് ചെയ്യേണ്ട, തൽക്കാലം ഇംഗ്ലീഷ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാനാണ്. പക്ഷെ അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ കേസിൽ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് ആ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയാം. അത് ചെയ്യുമോ നോക്കാം. ഞാനും നേരത്തെ പറഞ്ഞ മാതിരി ഞാനത് ചെയ്തിട്ടില്ല. ക്രിയേറ്റ് വെർച്വൽ എൻവയോൺമെൻറ്റ്. പൈത്തൺ സ്പെസിഫിക് അല്ലേ, അപ്പം ഞാൻ വേണേൽ പറയാം അല്ലേ. Create a virtual environment named maybe venv demo and activate it. ചെയ്യോ നോക്കാം. I'll help you create and activate a Python virtual environment. റൺ ദി കമാൻഡ് ഇൻ ദ ടെർമിനൽ. അപ്പോൾ നമ്മൾ സാധാരണ റൺ ചെയ്യുന്ന വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ കമാൻഡ് തന്നെയാണ് റൺ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, now let's activate the virtual environment. On macOS we use the source command. അപ്പോൾ
സോഴ്സ് കമാൻഡ് റൺ ചെയ്യാനാണ് പറയുന്നത്. അത് റൺ ചെയ്തു. അപ്പം നമുക്കിവിടെ കാണാം വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ഇനി നമുക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാൻ പറയാം. അപ്പോൾ എന്തെങ്കിലും ലൈബ്രറീസ് വേണമെങ്കിൽ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഇൻസ്റ്റാൾ ആയിക്കോളുമല്ലോ. നമുക്ക് നോക്കാം. അപ്പോൾ റൈറ്റ് പൈത്തൺ പ്രോഗ്രാം ടു read the CSV we just created and print the details of the eldest and youngest members in the CSV. ഓക്കെ, ഇതാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റർ ചെയ്ത് നോക്കാം. I'll help you create a Python program എന്നാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഇൻസ്റ്റാൾ പാണ്ടാസ് ടു മേക്ക് CSV ഹാൻഡ്ലിംഗ് ഈസിയർ. ഓക്കെ, അപ്പോൾ ഞാൻ പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ് ചെയ്യാൻ പോവാണ്. Now I'll create a Python script to read and analyze the CSV. അപ്പോൾ പൈത്തൺ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കതിവിടെ കാണാം, ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? റീഡ് ചെയ്തു, അതിനകത്തുനിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു, എൽഡസ്റ്റ് മെമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്തു, യങ്ങസ്റ്റ് മെമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ ഒരു കുഞ്ഞ് പ്രോബ്ലം ഉണ്ട്. കറണ്ട് ഡേറ്റ് എന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് ഹാർഡ് കോഡ് ചെയ്തതാണ്. നാളെ ഇപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല. പക്ഷേ ഓക്കെ, നമ്മുടെ ഡെമോ പ്രോഗ്രാമിന് ഇത് മതി. വേണമെങ്കിൽ നമുക്ക് പറയാം യൂസ് കറണ്ട് ഡേറ്റ് ഡൈനമിക്കലി എന്ന് എന്തെങ്കിലും പറയാം. പിന്നെ എൽഡസ്റ്റ് ഏജ്, യങ്ങസ്റ്റ് ഏജ്, പ്രിൻറ്റ് എൽഡസ്റ്റ് ആളുടെ ഡീറ്റെയിൽസ്, യങ്ങസ്റ്റ് ആളുടെ ഡീറ്റെയിൽസ്, ഇത്രയും സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, കീപ്പ്. ഇനി എന്താ പറയുന്നത്? നൗ ലെറ്റ്സ് റൺ ദ പ്രോഗ്രാം. ഓക്കെ, റൺ കമാൻഡ് ഇൻ ടെർമിനൽ. നമുക്ക് റൺ ചെയ്ത് നോക്കാം റൺ ആവുമെന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാണ്ടാസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആ വിൻഡോന്ന് പുറത്ത് വന്നതായിട്ട് കാണുന്നില്ല. എൻ്റെ മെഷീൻ ഒരു പഴയ മെഷീനാണ്. നമ്മുടെ മാക്ബുക്ക് എയർ ആണ്, ഇൻറ്റലാണ്. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചത്? Program will read the CSV, convert the date of birth columns to date format, find the eldest and youngest persons, calculate their current ages, print their details. എന്തുകൊണ്ടാണ് ഇത് റണ്ണാവാത്തത്? റണ്ണാവാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കമാൻഡാണ് പൈത്തൺ അനലൈസ് വേജസ് എന്നുള്ളത്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെർമിനലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം എന്താണിത് ചെയ്യുക എന്നുള്ളത്. പ്രോഗ്രാം എന്തായാലും ഇവിടെ കണ്ടു. ഒരു പക്ഷേ എൻ്റെ മെഷീൻ്റെ കുഴപ്പമാവാൻ സാധ്യതയുണ്ട്. അതോ കോപൈലറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് റണ്ണാവുന്നില്ലെങ്കിൽ ഞാനിത് കില്ല് ചെയ്ത് ഒന്നും കൂടി പ്രോഗ്രാം മാത്രമായിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വരുമോ നോക്കാം. എന്തായാലും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, റണ്ണാവും ചെയ്തു. ഓക്കെ, അപ്പം എൽഡസ്റ്റ് പേഴ്സൺ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, ലീസ ആൻഡേഴ്സൺ, 1983 ബോണാണ്. കറണ്ട് ഏജസ് 41. ശരിയാണോ? 2025 ആണ്. 1983 ആണ്. 41 ഇയേഴ്സ്, 42 ഇയേഴ്സ്. പക്ഷേ ഡിസംബർ 25 അപ്പോൾ 41 ഇയേഴ്സ്. യങ്ങസ്റ്റ് പേഴ്സൺ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, ജെസിക്ക മൂർ, 1996. 29 വയസ്സ്. കറക്റ്റാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം ശരിയാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുമ്പ് ഇത് ചെയ്ത സമയത്ത് വെർച്വൽ എൻവയോൺമെൻറ്റ് ഇല്ലാണ്ടാണ് ചെയ്തത്. പക്ഷെ അത് ഒരു 18 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതെത്ര സമയമെടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ ഇത് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതിനകത്തുനിന്ന് വേറെ ഒരു അസംപ്ഷൻ അല്ല, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പ്രോഗ്രാമറിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ AI യൂസ് ചെയ്യുമ്പം അതിൻ്റേതായ ഒരു എഫിഷ്യൻസി നമ്മുടെ വർക്കിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിനെ ഒന്ന് ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കാര്യം ചെയ്യാം. ഇതൊന്ന് ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് നോക്കാം. ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ ഞാൻ ഇവിടെ എൻ്റെ ഗിറ്റ് ഹബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗിറ്റ് ഹബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡെമോ ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ലിങ്ക് എടുത്തു. ഈ ലിങ്ക് എടുത്തിട്ട് ഞാൻ പറയാണ്, പ്ലീസ് പുഷ് ദ കോഡ് ടു ദിസ് റെപ്പോസിറ്ററി. നമുക്ക് നോക്കാം അതിന് പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പുഷ് ചെയ്യാൻ പറ്റേണ്ടതാണ്, ഞാനിത് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗിറ്റ് ഇനിറ്റ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗിറ്റ് കമാൻഡ്സ് തന്നെയാണ് ഇവിടെ നമ്മളോട് റൺ ചെയ്യാൻ പറയുന്നത്. അപ്പം നമുക്ക് കമാൻഡ്സ് മറന്നുപോയാലും ആൾ ഓർമ്മിപ്പിച്ചോളും. ഓക്കെ, കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ, ഇൻ്റലിജൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് പറയുന്നുണ്ട് ഗിറ്റ് ഇഗ്നോർ ഫയൽ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ആ ഭാഗം ആലോചിച്ചതേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഗിറ്റ് ഇഗ്നോർ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് വെർച്വൽ എൻവയോൺമെൻറ്റ് ഡെമോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കീപ്പ് ചെയ്യാം. ഗിറ്റ് ആഡ്. അത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് ആലോചിക്കാത്തൊരു കാര്യമാണ്, അതിങ്ങോട്ട് പറഞ്ഞു തന്നു. കമ്മിറ്റ്. റിമോട്ട് ആഡ്. Copilot has been working on this problem for a while. It can continue to iterate or can send a new message to refine your prompt. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ എന്നാണ് വന്നേക്കുന്നത്. മെയിൻ ആണ്, നമ്മൾ മാസ്റ്റർ എന്ന് തന്നെ പറഞ്ഞ് കൊടുത്തു നോക്കാം എന്ത് സംഭവിക്കുന്നു. മാനുവലി ഫിക്സ് ചെയ്യാതെ കോപൈലറ്റിനെ തന്നെ നമുക്കൊന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. Code has been successfully added or pushed to your GitHub repository. മെയിൻ അല്ല, ഗിറ്റ് ഒറിജിൻ മാസ്റ്റർ തന്നെയായിരുന്നു ബ്രാഞ്ച്. അപ്പോൾ പുഷ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫയൽസ് ഇവിടെ കിടപ്പുണ്ട്. CSV, നമ്മൾ ഉണ്ടാക്കിയ CSVയും അനലൈസ് ഏജസും വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓക്കെ, ആക്ച്വലി നമ്മുടെ ഡെമോ ഇത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കോഡായി. ഇതിനകത്ത് നമുക്ക് ഒന്നും കൂടി ഒരു ചെറിയ ഫങ്ഷനാലിറ്റിയും കൂടി ആഡ് ചെയ്യാൻ പറയാം. എന്താ അത് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഉള്ള CSV അങ്ങനെ നിന്നോട്ടെ, നമുക്കൊരു കോളം കൂടി ആ CSVയിൽ, അല്ലെങ്കിൽ ഒരു പുതിയ CSVയിൽ ഇതേ ഡേറ്റയും ഒരു പുതിയ കോളം കൂടി ആഡ് ചെയ്ത് വരണം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കോളം ഏജ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി പറഞ്ഞു നോക്കാം. എന്താ അത് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ പ്ലീസ് modify analyze ages dot py to generate a new CSV which
has the same data as people data.csv but has a new column. Please calculate the age based on the date of birth and add a new column age to the new CSV. ഓക്കെ, ഞാൻ പറ്റാവുന്നിടത്തോളം നാച്ചുറൽ ലാംഗ്വേജിൽ പറയാനാണ് നോക്കിയത്. ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ വേറൊരാൾക്ക് റിക്വയർമെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്, അതിന് മനസ്സിലാവുമോ നോക്കാം. പ്ലീസ് മോഡിഫൈ അനലൈസ് ജസ്റ്റ് ഓർ മേ ബി വി നീഡ് നോട്ട് സേ പ്ലീസ് മോഡിഫൈ ദ കോഡ് എന്ന് പറയാം. എന്ത് ചെയ്യും നോക്കാമല്ലോ. To generate a new CSV which has the same data as people data CSV but has a new column. Please calculate the age based on the date of birth and add a new column age to the new CSV. Okay. Modify the code to create a new CSV with additional age column. I'll update the existing Python script. Okay. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എന്താ അത് ചെയ്തതെന്ന്. ഓക്കെ, ബേസിക്കലി കറണ്ട് ഡേറ്റ് ഇപ്പം ഡേറ്റ് ടൈം നൗ ഫംഗ്ഷൻ ഉപയോഗിച്ചെടുത്തു. ഏജ് എന്ന് പറഞ്ഞൊരു കോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് കറണ്ട് ഡേറ്റിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് മൈനസ് ചെയ്തിട്ടാണ് ഏജ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്? ഓക്കെ, ആ ഡേറ്റ ഫ്രെയിം CSV ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ്സ് സേ കീപ് ആൻഡ് പൈത്തൺ ഫയൽ റൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്രാവശ്യമെങ്കിലും വേഗം ഓടുമോ നോക്കാം. ഇപ്രാവശ്യം വേഗം ഓടി. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ടൊന്നും ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ പക്ഷെ അത് തന്നെ നമുക്കൊരു കമാൻഡ് തന്നു. റൺ കമാൻഡ് ഇൻ ടെർമിനൽ head -n5 people data with age പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പുതിയ ഫയലിലെ ആദ്യത്തെ 5 റെക്കോർഡ്സ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്. നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ഏജുകൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഏജുകളൊന്ന് നോക്കാം. ആരായിരുന്നു? ജെസിക്ക മൂർ. ജെസിക്ക മൂർ 29 വയസ്സ്. ഓക്കെ, ആൻഡ് ലീസ ആൻഡേഴ്സൺ 41 വയസ്സ്. കറക്റ്റാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം റെഡിയായി. അപ്പോൾ ഇതാണ് ഏജൻറ്റ് മോഡിൻ്റെ പവർ. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ വേറൊരാൾ ചെയ്തൊരു കോഡാണ് നമ്മൾ പുള്ള് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കേസസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു വളരെ ബേസിക് സാധനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോപൈലറ്റ് എന്തായാലും ആളുകൾ ട്രൈ ചെയ്ത് നോക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാനും അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് കേട്ടത്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസൈഡേഴ്സിലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ.